വിശദമായ വാർത്തകളിലേക്ക്. CPM നേതാവ് സത്യനാഥിന്റെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്തി. തൊട്ടടുത്ത പറമ്പിൽ നിന്ന് ആക്രമണത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തിയത് കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. പ്രതി അഭിലാഷിനുള്ള വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. ഇപ്പോൾ വാർത്തകളുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും മേഘ്ന മുരളി ചേരുന്നു. മേഘ്ന, സത്യനാഥിന്റെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്തി എന്നതാണ് ഏറ്റവും അടുത്ത് കിട്ടുന്ന വാർത്ത. തൊട്ടടുത്ത പറമ്പിൽ നിന്നാണ് ആക്രമണത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തിയത്. അതേസമയം പ്രതി അഭിലാഷിന്റെ വ്യക്തി വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പറയുന്നു. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? വൃന്ദ, CPM നേതാവ് സത്യനാഥിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണവും ഇതിന്റെ കൂടുതൽ വിവരങ്ങളും അന്വേഷിക്കാനുള്ള പോലീസിന്റെ ശ്രമം തുടരുകയാണ്. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി തലവനായ പ്രത്യേക അന്വേഷണ സംഘത്തെ 14 അംഗ അന്വേഷണ സംഘത്തെയാണ് രൂപീകരിച്ചത്. അതിൽ പേരാമ്പ്ര, വടകര ഡിവൈഎസ്പിമാരടക്കമുള്ളവർ സംഘത്തിലുണ്ട്. അതായത് കൃത്യമായിട്ടും ഈ കൊലപാതകത്തിന്റെ കാരണം വ്യക്തിവൈരാഗ്യം തന്നെയാണോ എന്ന് തീർച്ചപ്പെടുത്തുക എന്നതാണ് ഈ അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മാത്രമല്ല, ഇന്ന് ഉച്ചവരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കുത്താൻ ഉപയോഗിച്ചിരുന്ന ആയുധം കണ്ടെത്തിയിട്ടില്ല എന്നായിരുന്നു. അതായിരുന്നു ഇപ്പോൾ തൊട്ടടുത്ത പറമ്പിൽ നിന്ന്, അതായത് കൊലപാതകം നടത്തിയ ക്ഷേത്രപറമ്പിന്റെ തൊട്ടടുത്ത പറമ്പിൽ നിന്ന് കുത്താൻ ഉപയോഗിച്ചിട്ടുള്ള കത്തി കണ്ടെത്തിയത്. ഈ കത്തി ഉപയോഗിച്ചായിരുന്നു പ്രതിയായിട്ടുള്ള അഭിലാഷ് സത്യനാഥിന്റെ കഴുത്തിലും നെഞ്ചിലും അടക്കം വലിയ ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയത്. ഈ ആഴത്തിലുള്ള മുറിവ് തന്നെയാണ് മരണകാരണവും. ഈ മുറിവിൽ നിന്ന് രക്തം വാർന്നാണ് സത്യനാഥ് മരണപ്പെടുന്നത്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം മരണപ്പെട്ടു. പിന്നീടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇനി അന്വേഷണം ഇപ്പോഴും പോലീസിന്റെ ഭാഗം എന്ന് പറയുന്നത് വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. പ്രതിയായിട്ടുള്ള അഭിലാഷ് മുൻ പാർട്ടി അംഗമാണ്, ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. മാത്രമല്ല CPMന്റെ നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ ഡ്രൈവറുമായിരുന്നു അഭിലാഷ്. അതിനുശേഷം അഭിലാഷിന്റെ സ്വഭാവ ദൂഷ്യം, അതായത് ലഹരി ഉപയോഗവുമൊക്കെയുമായി ബന്ധപ്പെട്ട് അഭിലാഷിനെ പാർട്ടി നേതൃത്വം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. ഇപ്പോൾ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് CPM നേതൃത്വം അടക്കം പറയുന്നത്. അതായത് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വൈരാഗ്യം. മാത്രമല്ല, അഭിലാഷും സത്യനാഥും അയൽവാസികളായിരുന്നു. അതുകൊണ്ട് തന്നെ 2 വർഷം മുന്നേ തന്നെ അഭിലാഷും ഈ പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള സത്യനാഥും തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് പ്രധാനമായിട്ടും അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം സത്യനാഥ് എന്ന് പറയുന്ന വ്യക്തി കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ജനകീയനായിട്ടുള്ള ഒരു പ്രവർത്തകനായിരുന്നു, പാർട്ടി പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്നും അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണ സംഘത്തെ ഈ പ്രതിയായിട്ടുള്ള അഭിലാഷ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചട്ടുകമായിട്ടുണ്ടോ, എന്തെങ്കിലും തരത്തിൽ പ്രേരണകൾ ഉണ്ടായിട്ടുണ്ടോ, മറ്റേതെങ്കിലും പ്രതികൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഈ കൊയിലാണ്ടി ക്ഷേത്രത്തിന് അടുത്തുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഈ കേസിന്റെ വിശദാംശങ്ങളും തുടർ വിവരങ്ങളും അറിയാൻ പറ്റുമെന്ന് തന്നെയാണ് സാധിക്കുന്നത്. ഇപ്പോൾ ആയുധം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ് കേസിന്റെ ഏറ്റവും സുപ്രധാനമായ ഘടകവും. വൃന്ദ, CPM നേതാവ് സത്യനാഥിന്റെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്തി. തൊട്ടടുത്ത പറമ്പിൽ നിന്നാണ് ആക്രമണത്തിന് ഉപയോഗിച്ച കത്തി കണ്ടെത്തിയത്. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നു. പ്രതി അഭിലാഷിനുള്ള വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും മേഘ്ന മുരളി.